നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന യേശുവിൻ്റെ ചോദ്യം കേൾക്കാനാവാത്ത വിധം നമ്മളുടെ ശ്രദ്ധ ഇപ്പോൾ മുഴുവൻ നമ്മുടെ ചുറ്റുമുള്ളവരിലല്ലേ? അവർ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. അവരാണ് എൻ്റെ വേദനയുടെ കാരണക്കാർ. എൻ്റെ ജീവിതം പരാജയമടഞ്ഞത് ഇവർ മൂലമാണ്. ഇങ്ങനെ പോകുന്നു നമ്മുടെ ചിന്ത. മറ്റുള്ളവരെ പഴിചാരി കുറ്റപ്പെടുത്തി കഴിയുന്ന ഒരവസ്ഥാവിശേഷം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനാവില്ല, സൗഖ്യം സ്വീകരിക്കാനും ആവില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ മനുഷ്യരിലേക്ക് മാത്രം നോക്കുന്നവരാണ്. ദൈവത്തിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവസ്വരം കേൾക്കുന്നതിനും അവിടുത്തെ സൗഖ്യം സ്വീകരിക്കുന്നതിനും പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് നമ്മളുടെ ഉള്ളിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഉള്ള നോട്ടം. മറ്റുള്ളവരെ കേന്ദ്രമാക്കി ജീവിതത്തെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം. വ്യക്തികളെയോ വസ്തുവിനെയോ കേന്ദ്രമാക്കി ജീവിതത്തെ കാണുന്ന നമ്മൾ യഥാർത്ഥത്തിൽ അവയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ അടിയറ വയ്ക്കുകയാണ് വിഗ്രഹ ആരാധനയുടെ ഭാഗമായി. മറ്റുള്ളവരുടെ സമീപനത്തെ കേന്ദ്രമാക്കി ജീവിതത്തെ നീക്കാതെ, സ്വന്തം ബലഹീനതകളിൽ വേദനിക്കാതെ, ലോകത്തിൻ്റെ അടഞ്ഞ വഴികളെക്കുറിച്ച് വ്യാകുലരാകാതെ ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നാം ഇന്ന് തയ്യാറാവണം. ഈ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുമ്പോൾ കർത്താവ് യേശുവിൻ്റെ സ്വരം ശ്രവിക്കുവാനും അവിടുന്ന് നൽകുന്ന സൗഖ്യം പൂർണ്ണമായി സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. നമ്മളുടെ ഉള്ളിലെ പദ്ധതി പൂർത്തിയാകണമെങ്കിൽ, ദൈവിക പദ്ധതി പൂർത്തിയാകണമെങ്കിൽ ചുറ്റുപാടുകളെല്ലാം നാം അനുകൂലിക്കണം. നമ്മോട് സഹകരിക്കുന്ന വ്യക്തികൾ, ദൈവം തന്ന കാലാവസ്ഥ, ഇതൊക്കെ അനുകൂലമായി വന്നാലേ നമ്മുടെ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയും. ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നതല്ല, ദൈവത്തിന് നമ്മെ പറ്റിയുള്ള പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാകാൻ സ്ഥലകാലവും സാഹചര്യവും ഒന്നും വേണ്ട. അത് പൂർത്തിയാവുന്നത് ഒരേ ഒരു അവസ്ഥയിലാണ്. നാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്.